മലയാറ്റൂരിൽ ആനയുടെ ജഡങ്ങൾ കണ്ടെത്തിയത് വിദഗ്ധ സമിതി അന്വേഷിക്കും. മേഖലയിൽ തുടർച്ചയായി ആനകളുടെ ജഡം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം. 11 വിദഗ്ധ സമിതിയാണ് അന്വേഷിക്കുക. ശ്യാം പ്രസാദ് വിവരങ്ങളുമായി. ശ്യാം, ഈ മലയാറ്റൂരിൽ ആനയുടെ ജഡങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത എത്രത്തോളം ഉണ്ട് എന്നതാണ് പ്രാഥമികമായി വനംവകുപ്പ് വിശദീകരിക്കുന്നത്. ഈ അന്വേഷണ സമിതി വെച്ചത് അത്തരമൊരു ദുരൂഹതയുടെ തുടർച്ചയായല്ലേ? തീർച്ചയായിട്ടും. അതായത് മലയാറ്റൂർ വനമേഖലയിൽ സമീപകാലത്തായി കാട്ടാനകളുടെ ജഡങ്ങൾ ആവർത്തിച്ച് പുഴയിൽ കണ്ടെത്തുന്നതിൽ അസ്വാഭാവികത തന്നെയാണ് അന്വേഷിക്കാനുള്ള കാരണം. ഈ ഫോറസ്റ്റ് കൺസർവേറ്റർ DK വിനോദ് കുമാർ ചെയർമാനായിട്ടുള്ള 11 സമിതിയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും വിദഗ്ധ സമിതിയുടെ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളും റിപ്പോർട്ടുകളും ഒരു പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള കാരണങ്ങൾ, സംശയാസ്പദമോ നിയമവിരുദ്ധമോ കുറ്റകരമോ ആയിട്ടുള്ള സംഭവങ്ങൾ, വനംവകുപ്പിന്റെ ഇടപെടലുകൾ, കൃത്യനിർവഹണത്തിലെ വീഴ്ചകൾ ഉണ്ടോ തുടങ്ങിയ വിഷയങ്ങളിലാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. മലയാറ്റൂരിൽ ആനയുടെ ജഡങ്ങൾ തുടർച്ചയായി കണ്ടെത്തുന്ന സംഭവത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക്, ഗൗരവമുള്ള അന്വേഷണത്തിലേക്ക് വനംവകുപ്പ്